കർത്താവിന്റെ കൃപ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് അറിയപ്പാനിടയായല്ലോ. അതിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ ദൈവദിനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആമേൻ, 1 Peter chapter 4 verse 7 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആമേൻ. 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം: എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഞാൻ ഈ വചനത്തിലേക്ക് വരുന്നതിന് അതിന്റെ തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്: ആകയാൽ. ഓക്കെ, അത്രയും നടത്തിയാട്ടെ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു പരിഭാഷയിൽ പറയുന്നത് എല്ലാം അവസാനിക്കുന്ന സമയം വന്നിരിക്കുന്നു. എല്ലാം അവസാനിക്കുന്ന സമയം വന്നിരിക്കുന്നു. അതെന്താണെന്ന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ജീവികൾ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരെയാണ്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതായത് കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ കണക്ക് പറയാൻ സമയം അടുത്തിരിക്കുന്നു. സമയം വന്നിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പത്രോസ് പറയുകയാണ്: എല്ലാം അവസാനിക്കുന്ന സമയം വന്നിരിക്കുന്നു. ഇനി ഞാൻ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ അവസാനിക്കുന്ന സമയം എന്ന ഒരു ചിന്ത ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ഈ യോഗം അവസാനിക്കുന്ന ഒരു സമയം നമുക്ക് ഏകദേശം അറിയാം. അപ്പോ ഈ ഏകദേശ യോഗം അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒരു ഒരുക്കമുണ്ട്. എന്തിനാ? പോകാൻ. അത് പതിയെ സിപ്പ് ഇത് ബൈബിളിന്റെ സിപ്പ് ഇടും. എല്ലാം ഒന്ന് എല്ലാം ഒരുക്കി വെക്കും. കാലൊക്കെ ഒന്ന് നിവർത്തി കാര്യം എഴുന്നേക്കുമ്പോൾ തിമിരുണ്ടാവും. തിമിരെന്ന് മരവിപ്പുണ്ടാക്കും. നേരത്തെ എല്ലാം ഒന്ന് ഒരുക്കി എല്ലാം വെച്ചൊക്കെ എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി കാര്യം തീരാൻ പോകും. ഇനി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിലത്തെ ലാസ്റ്റ് അവർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അല്ലേ? ഈ ലാസ്റ്റ് അവറിന്റെ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാടാണ് 3 മിനിറ്റ് ആ ജനഗണ ഒന്ന് പാടിത്തരും. ഈ ജനഗണ പാടുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ പണ്ടത്തെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അറിയാം. അന്നേരം എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കണമെന്നാണ്. ടീച്ചർ ഇങ്ങനെ അറ്റൻഷനായിട്ട് നിന്നിട്ട് എല്ലാവരും നോക്കും. അതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ വലിയ ബുക്ക് ഇതിൻ്റെ അകത്തോട്ട് കേട്ടുന്നു. ഈ അറ്റൻഷനായിട്ട് നിന്ന് ഇതിന്റെ സിപ്പിടുന്നു. ഇവൻ എന്നാന്നറിയോ? ഈ ജയ ഹേ ജയ ഹേ ജയ ഹേ എന്ന് പറയേ അട്ടിക്ക് ഒറ്റ വിടിയില്ല. അതിലേ ചാടും. പക്ഷെ ആത്യന്തികമായിട്ട് നോക്കിയാൽ ഈ ഓടി പിടിച്ചു പോയിട്ട് എങ്ങോട്ടാ പോകുന്നത്? ചുമ്മാ വീട്ടിൽ പോയിരിക്കുകയാണ്. ഈ 4 മണിക്ക് ഈ സ്കൂളിൽ പോയത് എങ്ങനെ? വീട്ടിലോട്ട് പോയത്. അപ്പൊ എല്ലാം തീരുന്നു എന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ എല്ലാം കഴിയുന്നു തോന്നുമ്പോ, അല്ല പണിയെല്ലാം കഴിഞ്ഞു, ക്ലാസ് എല്ലാം കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാം അവസാനിച്ച് ഇനി എല്ലാം തീർന്നു എന്ന് പറയുന്നിരിക്കുന്നിടത്തല്ല ബൈബിളിൽ ഇന്ന് വായിച്ച വാക്യത്തിന്റെ പ്രസക്തി. എല്ലാം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ചിലർ തുടരണമെന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ച് ഇനി പരിപാടിയൊന്നും ഇല്ല എന്നല്ല. ആമേൻ, സ്തോത്രം. എല്ലാം അവസാനിക്കുന്ന സമയം അടുത്തിരിക്കുമ്പോൾ ആകയാൽ therefore the time is near, the end time is near, therefore അതുകൊണ്ട്. അപ്പോ അവസാനിക്കുന്നു എന്ന് പറയുന്നിടത്തു നിന്ന് ചില കാര്യങ്ങൾ അസാധാരണമായി തുടരാൻ ഇന്ന് പകൽ ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 10 കാര്യമാണ്.
ഈ 4-ാം അധ്യായം 7 വരെ വായിച്ചില്ലേ? 7 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളോട് എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ പ്രബോധനം, ദൈവജനത്തിന്റെ പ്രബോധനം ഞാൻ പറയാൻ പോകുന്നു. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. യേശുവിന്റെ വരവിന്റെ ആമേൻ സ്തോത്രം. സകല മനുഷ്യരും ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന, ജീവികളെ മരിച്ചവരെ ഒരുപോലെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ട സമയം വരുമ്പോൾ, വന്നിരിക്കുമ്പോൾ, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ഈ വചനം നമ്മൾ ഒന്നുകൂടെ പുനർവായനയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. ഇന്ന് പകൽ ഈ പുനർവായന നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. ആകയാൽ സമയം, എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ 1 മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക്, 2 നിർമ്മതരുമായിരിക്കും. ഇംഗ്ലീഷ് നേരെ തിരിച്ചാണ്. Be alert and of sober mind, so that you may pray. നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ആ ഓർഡറിൽ ഒന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. വചനം പറയുന്നു എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർമ്മതരെന്ന വാക്കിന്റെ അർത്ഥം സോബർ മൈൻഡഡ് എന്ന, അതായത് കീപ് യുവർ മൈൻഡ് സ്റ്റഡി ആൻഡ് ക്ലിയർ. നിങ്ങൾ നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് അലേർട്ട് ആയിരിക്കണം. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് നിർമ്മതരായിരിക്കുക. ഇനി അതിന്റെ തിച്ചൂടെ പറഞ്ഞാൽ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബി കൂൾ. എന്തുവാ? മൈൻഡ് ശാന്തതയായിരിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുമ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു സംഭവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡ്. നമ്മള് ഈവൻ കിടന്നുറങ്ങുമ്പോ പോലും ആമേൻ നമ്മുടെ സബ് കോൺഷ്യസും അൺകോൺഷ്യസ് മൈൻഡും ഭയങ്കര ആക്റ്റീവാ. അതുകൊണ്ടാണ് പലരും പല സ്വപ്നങ്ങളും കാണും. ചില സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങൾ കാണുന്നത് മൈൻഡ് ആക്റ്റീവായിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മൈൻഡിന്റെ ആരോഗ്യം. നിങ്ങൾ 23-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം എന്നെ എപ്പോഴും ഓർപ്പിക്കുന്നറിയാം. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു വാക്യമില്ല. പ്രാണനെ തണുപ്പിക്കുന്നു. ശരിക്കും പ്രാണൻ ചൂട് പിടിച്ചുണ്ടാകുന്ന ഒരു സ്വാഭാവിക സാധാരണമായ ഒരു രോഗമാണ് ഈ മാനസിക രോഗം എന്ന് പറയും. മാനസിക രോഗം. അത് പറഞ്ഞു എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി ഉണ്ട്. പിന്നെ ചിലർക്ക് ഇച്ചിരി കൂടുതൽ ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. മാനസികാരോഗ്യ വിദഗ്ധര് ഞാൻ പറഞ്ഞല്ല. കാര്യം എന്താണെന്നറിയോ? ഈ മൈൻഡ് എന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത് ഈവൻ മനുഷ്യന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളതാണ്. എടകടയിൽ ഇതിനെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയ ഇവിടെ പഠിക്കുന്ന എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസിനും അവർക്ക് ട്രെയിനിങ് പ്രാക്ടിക്കൽ ഉണ്ട്. സൈക്കാട്രിയിൽ ചിലരുടെയൊക്കെ സ്റ്റോറി പറഞ്ഞ് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഉന്നത പണവും ഉന്നത സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. പലരും ജീവിതത്തിന്റെ ഒരു നിർണായക നിമിഷത്തിൽ മാനസിക നില തെറ്റിയെന്ന് നമ്മൾ പറയത്തില്ലേ, തെറ്റി. ചിലപ്പോൾ ചിലരുടെ മരണമായിരിക്കും, ചിലപ്പോൾ ചില പ്രേമബന്ധങ്ങളുടെ പരാജയങ്ങളായിരിക്കാം, ചിലപ്പോ അവര് പ്രതീക്ഷിച്ചത് അവരുടെ ജീവിതത്തിൽ നടക്കാത്തതായിരിക്കാം, ചിലപ്പോ അവര് പ്രതീക്ഷിച്ച ആളുകൾ അവരോട് പ്രതീക്ഷിച്ച പോലെ പ്രതികരിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം. എവിടെയൊക്കെയോ വെച്ച്
അവരുടെ മൈൻഡ് തെറ്റിയത് കൊണ്ട് എന്നേക്കുമായിട്ട് ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് താൻ ആരാണെന്നോ വന്നവരാരാണെന്നോ അറിയാതെ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കാർക്ക് ഇതൊന്നും വരാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കാർക്ക് ഇതൊന്നും എതിരിടാഞ്ഞിട്ടുമല്ല. ഇന്ന് പകൽ അതിൻ്റെയൊക്കെ മുകളിൽ നമ്മുടെ പ്രാണനെ പണിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ അത് നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആക്ച്വലി നിർമ്മലരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി കൂളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കേവലം നമ്മുടെ പ്രയത്നത്താൽ ഉണ്ടാകുന്നതല്ല, അത് ദൈവകൃപയുടെ ആശ്രയത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് മാഡ്നെസ് എന്നാണ്. നിർമ്മതരായിരിക്കുക എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പദം ഭ്രാന്തന്മാരായിരിക്കുക എന്നാണ്. ഈ ഭ്രാന്തന്മാരുടെ പ്രത്യേകത അറിയോ? ഞാൻ രക്ഷയെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ, ഈ ഭ്രാന്തന്മാരുടെയും മന്ദബുദ്ധികളുടെയും കാര്യം എങ്ങനെ? കാര്യം അറിയോ? ഭ്രാന്തന്മാരോടും മന്ദബുദ്ധിയോടും നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും അവർക്ക് ഡിസേൺ ചെയ്യാനുള്ള, ജഡ്ജ് ചെയ്യാനുള്ള എന്തില്ല? മൈൻഡില്ല. അവർക്ക് അതിനുള്ള മൈൻഡില്ല. ഇന്ന് പകലിൽ എല്ലാവരും അറിയുക, ആമേൻ, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ, വട്ടില്ലാതിരിക്കാൻ, ഭ്രാന്തില്ലാതിരിക്കാൻ അവൻ എൻ്റെ മനസ്സിനെ പരിശുദ്ധമായി ശുശ്രൂഷിക്കട്ടെ. ഇതിന് ഒത്തിരി പശ്ചാത്തലങ്ങളുണ്ട്. ദുരുപദേശങ്ങളുടെ കടന്നുകയറ്റം, മറ്റു വിശ്വാസികളിൽ നിന്ന്, അല്ലെങ്കിൽ പീഡ. ഒന്ന് അന്നത്തെ ആളുകൾക്ക് മൈൻഡ് പോകാനുള്ള കാര്യം പറയാം. ഒന്ന്, ദുരുപദേശങ്ങൾ ഇങ്ങനെ ഒത്തിരി പ്രസംഗിക്കപ്പെട്ടു. രണ്ട്, ഭയങ്കര പീഡ. ഒരു പീഡ ഇല്ലാഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല. അപ്പം ഈ നാല് വശത്തുനിന്ന് അടിയും കൂടെ ഉണ്ടായാലും സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരൻ UP എന്ന് അദ്ദേഹം വിളിച്ചിട്ട് കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി ഉറക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന നടത്തുമ്പോൾ 2 പ്രാവശ്യം പോലീസ് അദ്ദേഹത്തെ വിളിച്ചത്, നിങ്ങളുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതും നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ, നിങ്ങൾക്കറിയാമോ, ആ ഒരു സാഹചര്യത്തിൽ മൈൻഡ് വളരെ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പത്രോസ് പറയുന്നു, ദുരുപദേശങ്ങളുടെ കടന്നുകയറ്റം. 2, അതിശക്തമായ പീഡന. 3, ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്ന പോലെ ജീവിതത്തിലൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ, പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ആകുന്നത് കയ്യും കാലും ഒന്നുമല്ല, ഡിസ്റ്റർബ് ആകുന്നത് നമ്മുടെ മൈൻഡാണ്. ഇന്ന് പകൽ സ്തോത്രം, ഇന്ന് പകൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്നെ ആകുന്നത് ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷേ ഞാൻ ഡിസ്റ്റർബ് ആകണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതെന്റെ മൈൻഡാണ്. ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ്. മനസ്സിലാണ് യുദ്ധക്കളം, മനസ്സിലാണ് യുദ്ധക്കളം. നിങ്ങൾ സ്തോത്രം, നിങ്ങളോട് ഒരാൾ അസൂയുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നിടത്തോളം കാര്യം യു വിൽ ബി ഡിസ്റ്റർബ്ഡ്. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ അതിനെ ബ്ലോക്ക് ചെയ്താൽ അത് നിങ്ങളുടെ അടുത്തോട്ട് പോലും വരില്ല. അത് ആ മനുഷ്യനിൽ അത് അസ്ഥിക്ക് ദ്രവത്വമായി കത്തുകയല്ലാതെ നമ്മളെ തൊടത്തില്ലെന്നറിയണം. അപ്പൊ നമ്മളാണ് അലോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ. നമ്മളെല്ലാവരും വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഏതാണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാട്ടോ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അവരെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ല, അന്നേരം നമ്മളെ കുറിച്ച് ആലോചിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന അവരെല്ലാം നമ്മളെ കുറിച്ച് ആലോചിക്കും. വലിയൊരു ആലോചിക്കായിരിക്കും ഒരു വിഷയത്തൊക്കെ. നിങ്ങൾ ആരെയും പാസ്റ്ററെ കുറിച്ച് ഒരാഴ്ച കൊണ്ട് സംസാരിച്ചുകൊണ്ട് നടക്കും ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. വൈകിട്ടൊരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതല്ല സന്തോഷം, അല്ലാതെ നീ ഭാഷയെ കുറിച്ച് പറയാതെ അതെനിക്കറിയാം. അല്ല, ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കൂടെ എനിക്കെതിരെ വല്ലതും പറഞ്ഞുകൊണ്ട് നിരുന്ന അവര് സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതാലോചിച്ചുകൊണ്ട് എന്റെ ജീവിതം വെറുതെ എന്തിനാ പോയാ. 10 കാര്യം പറയണമെന്ന്, ഇനി 10 ആഴ്ച വേണമെന്ന് വരുന്നു. സ്തോത്രം. അപ്പോ മൈൻഡ്, ബി സോബർ മൈൻഡ്.
Hallelujah. Keep your mind steady and clear. കാരണം എന്താണെന്നറിയോ, നമ്മുടെ മൈൻഡ് സ്റ്റഡി ആണെങ്കിൽ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റും. Amen. Hallelujah. Hallelujah. ഇത് പറഞ്ഞ ആളെ കുറിച്ചാണ് എനിക്ക് ഭയങ്കര ചോദ്യമുള്ളത്. ഇദ്ദേഹം ജീവിതത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ പ്രയാസപ്പെട്ട ഒരാളാ. ആരാന്നറിയോ? പത്രോസ്. അതുകൊണ്ട് എനിക്ക് പത്രോസിന്റെ ലേഖനം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കണമായിരുന്നു. 7 ആഴ്ച ഞാൻ പഠിപ്പിച്ചു. 6 ആഴ്ച കഴിഞ്ഞ് ഇനി ഒരാഴ്ച കൂടെ ഉണ്ട്. ഞാൻ ഒരു പുനർവായന ഒരിക്കൽ കൂടി ഞാൻ ഈ പത്രോസിന്റെ ലേഖനം വായിച്ചതാണ് ഈ പ്രസംഗത്തിന് ആധാരം. ഓരോ പ്രാവശ്യവും പറയുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവം എന്നോട് ഒത്തിരി കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വചനത്തിലൂടെ കേട്ടു. നിർമ്മതരായിരിക്കാൻ. Hallelujah. ഈ ആരോ പറഞ്ഞു സൈനഡിന്റെ രുചി ഇന്ന് ഒരാൾക്ക് അറിയത്തില്ലെന്നല്ലേ പറയുന്നത്. കാര്യം എന്നറിയോ? സൈനഡ് തൊട്ടാൽ മരിച്ചു. പക്ഷെ ഈയിടെ ഇവിടെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. ഒരാള് പറഞ്ഞു പോലും അയാള് ഇല്ലേ, ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടോ? എഴുതിട്ടുണ്ടോ? എഴുതിയല്ലേ? സോർ സ്വീറ്റ് എന്നും പറഞ്ഞു അങ്ങനെ കണ്ടു. പക്ഷെ പുള്ളി തട്ടിപ്പോയി, ഞാൻ മരിച്ചു എന്തായാലും. പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടത്, ഈ കഴുത്തൽ കുരുക്കിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് രക്ഷപ്പെട്ട ഒരാള് പുള്ളി പറഞ്ഞു, ഇനി ഞാൻ ജീവിതത്തിൽ തൂങ്ങിച്ചാകത്തില്ല. ചെയ്യത്തില്ലെന്ന്. വേറെ രീതിയിൽ മരിക്കുമെന്ന് എനിക്കറിയാം. ഈ സൂയിസൈഡൽ ടെൻഡൻസി അതൊരു മാനസിക രോഗമാണ്. ഒരിക്കലും അതൊരാൾക്ക് വന്നാൽ അത് വളരെ ഡീപ്പായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹം പുറത്ത് വന്നില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, മരിക്കുന്നുണ്ട് വേറെ. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ? അദ്ദേഹം തൂങ്ങിയപ്പോ രക്ഷപ്പെട്ടു. തൂങ്ങിയപ്പം ആദ്യം ചിന്തിച്ച കാര്യം, എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന്. ചാകാൻ എടുത്ത തീരുമാനമല്ല, തൂങ്ങി ചാകാൻ എടുത്തത്. കാര്യം എന്നാന്നറിയോ? ഇതെല്ലാം കൂടെ കുരുങ്ങി ശ്വാസം മുട്ടിയപ്പോ പെട്ടെന്ന് വന്നൊരു തീരുമാനം. ഈ മലയാളത്തിൽ ഈ നിർമ്മതരായിരിക്കുക എന്നുള്ള പദം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നിങ്ങൾക്കറിയാം. നിർമ്മല എന്നുള്ള വേറൊരു പദമുണ്ട്, നിർമ്മലത. അതല്ല ഇത്, നിർമ്മതർ. ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡുമായിട്ട് വളരെ റിലേറ്റഡാണ്. ഈ നമ്മളെല്ലാവരും അറിയണം, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡിനെ പലപ്പോഴും നമുക്ക് തന്നെ ചില സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഈ പലരും അത് പല വൈകാരിക സ്വഭാവങ്ങളിലൂടെ കരച്ചിലായിട്ട്, കോപമായിട്ട്, ദുഃഖമായിട്ട് അത് പ്രദർശിപ്പിക്കാറുണ്ട്. ചിലരുടെ അങ്ങനെ ഒഴുകി പോകാറുണ്ട്. പക്ഷെ ഇവിടെ പൗത്രോസ് പറയുന്നതെന്നറിയോ? ബി സോബർ മൈൻഡഡ് എന്ന് പറയാൻ കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇതും പ്രാർത്ഥനയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ആകെ എല്ലാറ്റിന്റെയും അവസാനം ആകയാൽ നിങ്ങൾ നിർമ്മതരായിരിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദ്യം, നമുക്കെല്ലാവർക്കും നിർമ്മതരായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. എന്നാലേ ഈ ഉറക്ക ഗുളികയുടെ MG അതിന്റെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പനി വരുമ്പോ നിങ്ങൾ എത്ര MGയുടെ ഡോളോയാ കഴിക്കുന്നത്? 650. സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കൊടുക്കുന്ന എത്ര MGയുടെ ഉറക്ക ഗുളികയാണെന്നറിയോ? 0.25. ഇപ്പൊ നിങ്ങൾ പറ, നിങ്ങളുടെ ശരീരമാണോ ഭയങ്കര ഘനമായിട്ടുള്ളത്, അത് മൈൻഡാണോ? ശരീരം. എന്താ പറയാ? ശരീരം. മനസ്സ് വളരെ ലോലം. അതിന് എത്ര മതി?
എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 650 mg അങ്ങ് പിടിപ്പിച്ചോളാൻ പറഞ്ഞ ആ കിടപ്പ് അതൊരു കിടപ്പായി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നമ്മുടെ ശരീരത്തിന് ഒരു 6 മണിക്കൂറത്തേക്ക് പനി പിടിച്ചു നിർത്താൻ 650 mg, 8 മണിക്കൂർ ഒരുത്തനെ ഉറക്കാൻ 0.25 mg ആണെങ്കിൽ ഞാൻ ഓർക്കുന്നു ശരീരത്തെക്കാൾ എത്ര ലോണോ മനസ്സ്. പക്ഷേ പത്രോസ് പറയുന്നു, മോനെ അത് തെറ്റിയ, നിന്റെ മുഴങ്കാലിൽ ഇരിക്കാനും പറ്റത്തില്ല, പ്രാർത്ഥനയ്ക്ക് കണ്ണടയ്ക്കാനും പറ്റത്തില്ല, അത്രമാത്രം കണക്റ്റഡ് ആണെന്ന്. എപ്പോഴാ ഇതറിയേണ്ടതറിയോ? എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ബി ഓഫ് സോബർ മൈൻഡഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് പ്രസംഗിക്കാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളെ കർത്താവ് എനിക്ക് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പറയാൻ എളുപ്പമാട്ടോ. ഈ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ടെൻഷൻ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇച്ചിരി അഭിനയിക്കാനൊക്കെ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ വേറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാവുന്നാരാന്ന് ചോദിച്ചാൽ, സുഖമാണോ എന്ന് ചോദിച്ചാൽ, കൈസാഹേ എന്ന് ചോദിച്ചാൽ, അത്ര എനിക്ക് ഇന്ത്യ. പക്ഷെ ഈ പറഞ്ഞതും ആ പുള്ളിയായിട്ട്, പുള്ളി തീക്കാത്തായിരിക്കും. പക്ഷെ പുള്ളി പറയുന്നത് അയാം, അത് പണ്ട് സ്കൂളിലെ സാറ് പഠിപ്പിച്ച, ഇത് ചോദിച്ചാൽ ഇതേ പറയാവൂ. ടെൻഷൻ അടിച്ചിരുന്നപ്പോ, ഭയങ്കര മാനസികത ഇരുന്നപ്പോ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എത്ര പേരില്ലപ്പോ. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതാര് പ്രാർത്ഥിച്ച പോലാന്നറിയോ? വെള്ളത്തിലോട്ട് മുങ്ങാൻ തുടങ്ങുന്ന പത്രോസ് പ്രാർത്ഥിച്ച പോലെ ആയിരിക്കും. ഇത് ഞാൻ ഏറ്റവും അധികം സോബർ മൈൻഡ് കണ്ട ഒരാൾ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിർമ്മതനായിരിക്കാൻ കൂൾ മൈൻഡിൽ ഞാൻ കണ്ടത് കർത്താവായ യേശുവിനെ. എവിടൊക്കെയാണെന്നറിയോ? ഒന്ന്, പടകിൽ തന്റെ ശിഷ്യന്മാരെല്ലാം കൂടെ പടക് വലിച്ച് തുഴഞ്ഞ് കുഴഞ്ഞ് തപ്പുകയെന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ കർത്താവ് അമരത്ത് തലയിണ വെച്ച് കിടന്നു. ഞാൻ കർത്താവിനെ കാണുമ്പോൾ ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന്, ഈ വെള്ളം ഒരു തുള്ളി നമ്മുടെ ദേഹത്ത് വീണാൽ എത്ര ഉറങ്ങുന്നവനും ചാടി എണീക്കുമെങ്കിൽ, യേശുവിനുള്ള എൻ്റെ ചോദ്യം, ഇത്രയും പേര് ഇവിടെ കിടന്ന് നിലവിളിച്ച് വെപ്രാളപ്പെട്ടിരിക്കുന്നു, അതുമാത്രമല്ല കാറ്റും കോളും അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറലാണ്. രണ്ട്, യേശുവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചപ്പോഴും നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഇനി എന്നെ നിങ്ങളെയാണ് പിടിച്ചതെങ്കിൽ, അത് ചെയ്യാത്ത ഒരു കുറ്റത്തിനാണെങ്കിൽ, എന്റെ ദൈവമേ, നമ്മുടെ മൈൻഡ് എങ്ങനെ ആയിരിക്കില്ലയോ? യെസ്. അടുത്തത് 6 മണിക്കൂറായി യേശു ക്രൂശിക്കണമേ. 7 എന്താ പറയുക മൊഴികളാണ് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങൾ എപ്പോഴേലും യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവന്റെ മൈൻഡ് ഔട്ടായതായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി അവിടെ ഒരു വലിയ കാര്യമുണ്ട്. അതിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ വൈ ഹാവ് യു ഫോർസേക്കൻ. അത് നിലതെറ്റി പറഞ്ഞതല്ല. ഇനി അടുത്തൊരു വലിയ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടോളേ. ഈ ക്രൂശിച്ച് ആളുകളെ കൊല്ലുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഇത്രയൊക്കെ അടിച്ചും
ഇതെല്ലാം ചെയ്തിട്ട് ഇവരൊരു കാര്യം ചെയ്യും. ഇവർക്ക് വേദന അറിയാതെ മരിക്കാതിരിക്കാൻ എന്തോന്ന് പറഞ്ഞാൽ കണ്ടിവെണ്ണയോ കുടിക്കാൻ യേശു കുടിച്ചില്ലെന്ന് പറഞ്ഞ എന്തോ കയ്പ് അല്ലല്ല കണ്ടിവെണ്ണയോ കുടിച്ച മീന്. നിങ്ങൾക്കറിയാവോ? അതായത് ഈ മരിക്കാൻ കിടക്കുമ്പോൾ ആ വേദന എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ മേലാത്ത വേദന. അപ്പോ യേശു കുടിച്ചില്ലെന്ന് പറയുന്നുണ്ട്. കുടിച്ച മീനല്ലേ? റൈറ്റ്. ഇത് അതിന്റെ കാര്യം എന്താണെന്നറിയോ? അത് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് കുടിച്ചാൽ ബോധരഹിതനാകും, പിന്നെ കോൺഷ്യസ് ഉണ്ടാവില്ല. ആ ബോധരഹിതനായി കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല. പക്ഷേ യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇല്ലേ? ഈ ദാഹിക്കുന്നവന് സത്യത്തിൽ ആ സമയത്ത് എന്ത് കിട്ടിയാലും കുടിക്കുമോ? കുടിക്കും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലോറി വഴിതെറ്റി ഈ മരുഭൂമിയിലൂടെ പൊടിക്കാറ്റടിച്ച് റോഡ് മുഴുവൻ ക്ലോസ് ആയിപ്പോയി. റോഡ് അറിയാൻ മേലാതെ നേരെ മരുഭൂമിയിലേക്ക് ലോറി ഓടിക്കേണ്ട വന്നു. കാര്യം റോഡ് ഏതാ മരുഭൂമി ഏതാണിത്. അവിടെ വെച്ച് കമ്പനി ഇൻഫോം ചെയ്തു, ഇവിടുന്ന് വിട്ടു, മറ്റിടത്ത് ഈ ലോറി എത്തിയിട്ടില്ലെന്ന്. റോഡിലെല്ലാം അന്വേഷിച്ച് കണ്ടില്ല. അവസാനം ഹെലികോപ്റ്റർ വിട്ടു. ഇത് ഗൾഫ് രാജ്യത്ത് എവിടെയോ ഹെലികോപ്റ്റർ വിട്ടു. ഹെലികോപ്റ്റർ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ലോറി കിടക്കുന്നു, താഴെ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്നതിന്റെ അടുത്ത് അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ ബാറ്ററി പെട്ടി തുറന്നിരിക്കുന്നു. ബാറ്ററി പെട്ടിക്കകത്തുണ്ടായിരുന്ന വെള്ളം അറിയാമത് ആസിഡാണ്, അറിയാമത് ഗുണമില്ലാത്തതാണ്. എന്നിട്ടും അദ്ദേഹം കുടിച്ചെന്നാ പറഞ്ഞു. ഇതാണ് ദാഹത്തെ കുറിച്ചുള്ള വാസ്തവം. യേശു വിളിച്ചു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന് അവര് കുടിക്കുവോ ഇല്ലയോ? നമ്മളാണ് കുടിക്കുവോ? പക്ഷെ യേശു കുടിക്കാൻ എന്റെ കാര്യം എന്നറിയോ? യേശുവിന്റെ മൈൻഡ് എന്താവും? ഓഫാകും. പിന്നെ എന്താ സംഭവിക്കുന്നെന്ന് നാളെ ഏതേലും ഒരുത്തം വന്നിട്ട് പറയും, നീ ക്രൂശിൽ ഇത്രയൊക്കെ അനുഭവിച്ചു, പക്ഷെ വേദന അറിയാതെ നീ മരിച്ചെന്ന്. പക്ഷെ യേശു ഈവൻ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ സമയത്തും താൻ നിർമ്മതനായിരുന്നത്. എന്ന് ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, ഇത് മാനുഷികമായിട്ട് നമുക്കുണ്ടാകുന്ന കാര്യമല്ലെന്ന് ഞാൻ പറയാൻ പോവുക. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇത്രയും അവിടെ യേശു പീസ് ഓഫ് മൈൻഡിൽ നിന്നു. തൊട്ടടുത്ത് യേശു അങ്ങനെ മൈൻഡ് അപ്സെറ്റ് ആവാതെ, അല്ലെങ്കിൽ മൈൻഡിനെ ഓഫ് ചെയ്യാതെ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. ഇനി ഇത് പറഞ്ഞ ഒരാൾ, ഈ ഇദ്ദേഹത്തെ കുറിച്ച് കൂടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് വരാം. ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോ യേശുവിന്റെ കൂടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയിട്ട് ഉറങ്ങിയ ആൾ ആരാ? പത്രോസ് അല്ലേ? ഉറങ്ങിയതാണ്. ആളുകളുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞ ആളാണ്. പക്ഷെ ഇദ്ദേഹം ഇപ്പോ ദൈവിക വെളിപ്പാട് പ്രാപിച്ചിട്ട് പറയുന്നു, എല്ലാറ്റിന്റെ അവസാനം വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം. ഇതിനെ പ്രാർത്ഥനയ്ക്ക്. ഇനി ഞാൻ പത്രോസിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് വരാം. അതെന്താണെന്നറിയാമോ? പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടില്ലേ? ജയിലിലിട്ടു. പത്രോസിന്റെ കൂട്ട് സഹോദരനായിരിക്കുന്ന യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് കൊന്നു. അന്ന് പിറ്റേ ദിവസം ഇദ്ദേഹത്തെ തട്ടേണ്ടതാ. പക്ഷെ പെസഹ ആയതുകൊണ്ട് ഇങ്ങനെ അവൻ കാത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറക്കത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ഗുണം, പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും ഉറങ്ങും, വെയിലിൽ കിടന്നാലും. അങ്ങനല്ല, അങ്ങനെ ആരും വിചാരിക്കും എന്റെ ഒരു ശാരീരിക പ്രയാസം ഒന്നിരിക്കട്ടെ. ഇവിടെ ഒരു വ്യത്യാസം നടന്നു. എന്താണെന്നറിയോ? ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരല്പം ആവേശം കയറി. പണ്ട് പത്രോസിനെ ഒരു കാര്യം ഞാൻ ഇച്ചിരി ഹയർ സൂപ്പർലേറ്റ് ഡിഗ്രിയിൽ പറഞ്ഞു. പിന്നീട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം. എന്താണെന്നറിയോ? ഈ പത്രോസിനെ അത്ര കയറ്റി പറയണ്ടായിരുന്നു എന്ന് എന്റെ മനസ്സിൽ വലിയ വിഷമം. കാര്യം അദ്ദേഹം എത്രമാത്രം ജീവിതത്തിൽ
പരാജയപ്പെട്ടെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് പുള്ളി നമ്മളെക്കാട്ടും ഒത്തിരി സൂപ്പർ ബെസ്റ്റ് ആളാണ്. ശരി, ഇവിടെ അദ്ദേഹം രാത്രി കിടന്ന് നന്നായിട്ട് ഉറങ്ങാം. എവിടെ? ജയിലിൽ. യാക്കോബിനെ കൊന്നു. അടുത്ത ആരുടെ ആൻസാ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തോ നല്ലതായിരിക്കും തോന്നുന്നു. അടുത്ത കേട്ടോടെ, ദൂതൻ വന്നിട്ട്, അപ്പൊ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് പത്രോസിന്റെ വിടുതലിന് വേണ്ടി. അപ്പൊ ദൂതൻ ആ ജയിലിൽ ഇറങ്ങി. എല്ലാവർക്കും അറിയില്ലോ, ദൂതൻ പത്രോസിനെ എന്ത് ചെയ്യുന്നതാണ്? വിലാപ്പുറത്ത് തട്ടി. എന്നിട്ട് ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ തട്ടേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. കണ്ണ് തുറന്നിരിക്കുകയായിരിക്കും, ആര് വരുമെന്നും കണ്ടു തട്ടാൻ കാര്യം. അവൻ അത്ര ഡീപ്പായിട്ട് പുള്ളി ഉറങ്ങണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് എങ്ങനെയായിരിക്കും? ഒരു 0.50 എങ്കിലും കഴിക്കണ്ടേ? ഇതിനൊരു കാരണമുണ്ട്. ഇതിനൊരു കാരണം എന്നറിയോ? ഇദ്ദേഹം ഇത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും യേശുവിനെ വിട്ടുപോയിട്ടും യേശു തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ടൊരു കാര്യം പറഞ്ഞു. നീ വൃദ്ധനായ ശേഷമോ, എന്താ നീ വൃദ്ധനായ ശേഷമോ എന്താ മറ്റൊരുത്തന്ന് ഞാനായിട്ട് വന്നല്ലേ, ആരെ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തോട്ട് കൊണ്ടുപോയി. എപ്പോഴാ? ഒരു കാര്യം എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. അവൻ സ്തോത്രം. അത് അദ്ദേഹം വിശ്വസിച്ചതിനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തെ കർത്ത. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പത്രോസ് അങ്ങനെ വിശ്വസിച്ചില്ലെന്ന് വിചാരിച്ചു. നാളെ കൊല്ലും, നാളെ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ കിടക്കുന്നു വിചാരിച്ചോ? നാളെ പുള്ളിയെ കൊല്ലുമായിരുന്നോ? എന്തുകൊണ്ട് കൊല്ലത്തില്ല? എന്തുകൊണ്ടാ കൊല്ലാത്തതറിയോ? ദൈവം അവനെ കുറിച്ച് പറഞ്ഞത് നീ വൃദ്ധനായിട്ടേ മരിക്കത്തോളന്ന. ഏലിയാ പറഞ്ഞു, എടുത്തോളേ കർത്താവേ, ഞാൻ നല്ലവനല്ലെന്ന് എന്ന് പറഞ്ഞു. എടുത്തോ? ഇല്ല. കാര്യം എന്നറിയോ? അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അഗ്നിമയ രഥങ്ങളാൽ എടുക്കപ്പെടുക എന്നുള്ളതായിരുന്നു. ഇന്ന് പകൽ നമ്മളെല്ലാം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് സ്തോത്രം പറയണം. എന്താണെന്നറിയോ? നമ്മൾ പറയുന്ന പോലെ പല കാര്യവും ദൈവം ചെയ്യാത്തത് കൊണ്ട് സ്തോത്രം. കാര്യം അതിനെ കുറിച്ചുള്ള ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള അദ്ദേഹം നിർമ്മതനാണ്. ഇതാണ് നിർമ്മത. എന്തുവാ? നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇത് പിന്നെ പ്രാർത്ഥിച്ചപ്പോഴല്ല. എന്നിട്ട് പറയുന്നു, നിങ്ങൾ be sober minded, keep your mind steady and clear. ഇത് വായിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് ഞാൻ പറഞ്ഞ വാക്യം 23 സംഘത്തിൽ അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നില്ലേ, അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ട്. അതുപോലെ ബൈബിളിലെ മറ്റൊരു വാക്യമാണ്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ ദൈവമക്കൾ എല്ലാവരും അവൻ പത്നിയെ പ്രാർത്ഥിക്കുന്നവരും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ്. സത്യത്തിൽ ദ ഹോൾ വെയിറ്റേജ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാരം അതുപോലെ നമ്മുടെ മേലേക്ക് വന്നാൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ അടക്കം ഒരാളും താങ്ങത്തില്ല. അതറിയാം. പക്ഷെ ഒരു കാര്യം എല്ലാരും അറിഞ്ഞോളും, നാൾ തോറും നമ്മുടെ അവൻ നമ്മുടെ പ്രാണനെ, നിങ്ങൾ എപ്പോഴാണ് കണ്ടിട്ടുള്ള പ്രാണനെ തണുപ്പിക്കുന്നത്? ഇതിന് നാട്ടിൽ പച്ച മലയാളത്തിൽ പറയും തളം വെക്കുകയാണ് ഇല്ലേ? അത് ആർക്കാ ചെയ്യുന്നേ? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ദൈവ സാന്നിധ്യത്തിൽ ദൈവമക്കളിൽ നമ്മൾ പോലും അറിയാതെ അവൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന കാര്യമാണ് അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുക. ഇനി ഇതും പ്രേയറും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തിരിച്ചെഴുതിയിരിക്കുന്നത്, നിർമ്മലതരായിരിക്കും സുബോധമുള്ളവരായി. മലയാളത്തിൽ എന്തോ? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ. ഇത് തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ഈ നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തു നിന്നൊക്കെ വന്നുകൊണ്ട് അറിയാം, ഈ പ്രായമുള്ളവര് ചെറുപ്പക്കാരായിട്ടുള്ള മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അപ്പച്ചൻ അല്ലെ അച്ഛനും അമ്മയ്ക്കും
ഇനി എന്തിനെ കുറിച്ച് ആലോചിക്കാനുള്ള? ഇനി വല്ലോ നാമം ജപിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ടോ? ഇനി വല്ലോ കുരിശ് വരച്ചോണ്ട് എന്തോ അങ്ങനെ പറയാനറിയോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയോ? ജനറലി അതിൻ്റെ അകത്തൊരു അന്തർലീനമായിട്ടുള്ള അർത്ഥം അറിയോ? ഇനി അച്ഛനും അമ്മയ്ക്ക് എന്തില്ല? മക്കളെ കെട്ടിക്കണോന്ന്, വീട് വെക്കണോന്ന്, പെൻഷൻ കിട്ടുമോ, മരുന്നാര് വാങ്ങിച്ചു തരുമോ, അതിനൊക്കെ ഞങ്ങൾ ഇവിടെ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്തോണ്ടിരിക്കാനാ പറഞ്ഞേ? അപ്പൊ ഇനി നിങ്ങൾ എന്തുകൊണ്ടാ മതി? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തുണ്ട്? ജോലിയുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വീട് വെക്കണം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? പിള്ളേരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങളെ പിള്ളേരെ കെട്ടിച്ച് നിങ്ങളുടെ എല്ലാം. അപ്പൊ ഇനി നിങ്ങൾ പറ, പീസ് ഓഫ് മൈൻഡും പ്രാർത്ഥനയും തമ്മിൽ ബന്ധമുണ്ടോ? ഇത് പത്രോസ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ മനസ്സിൽ സുബോധമുള്ളവരാകാത്തിടത്തോളം നിങ്ങൾ സുബോധമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കില്ല. ഏലിയാവ് എന്താ പ്രാർത്ഥിച്ചേ? എന്നെ സുബോധമുള്ള പ്രാർത്ഥനയായിരുന്നോ? കാര്യം എന്താണെന്നറിയോ? ഈസബേൽ ഒട്ടിക്കുക. നാളെ ഈ സമയമാകുമ്പോ മുക്ക അല്ല പീസാക്കി. കഷ്ടം. പുള്ളി എന്താ പറഞ്ഞേ? എന്നെ എന്നാ പിന്നെ പുള്ളി അവിടെ അങ്ങ് നിന്നാ പോലായിരുന്നു. കാര്യം പുള്ളിക്കാർക്ക് തീരുമാനം ആക്കത്തില്ലായിരുന്നു. ചുമ്മാ പറയാ, മരിക്കാൻ ഭയങ്കര പേടിയാ, പക്ഷെ എന്നെ എടുത്തോളെ. ഇന്ന് പകൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എല്ലാവരും ഓർത്തോളാം. പീസ് ഓഫ് മൈൻഡ് പ്രയറും തമ്മിൽ അസാധാരണ ബന്ധമാണ്. ഉദാഹരണം പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ മറന്നുപോയ കാര്യങ്ങൾ ഓർക്കുന്ന എപ്പോഴായിരിക്കും അറിയാവോ? ശാന്തമായിട്ടിരിക്കണം. ഇനി ഇച്ചിരൂടെ കേട്ടിയങ്ങ് പറഞ്ഞേക്കാണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ല, ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഓർമ്മയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണടച്ച് ഒരു നിമിഷം ഏകാഗ്രമാക്കുമ്പോഴാണ് ചിട്ടി അടച്ചിട്ടിരുന്നു ഓർക്കുന്നത്. അന്നേരം ഓർക്കുന്ന 3 മണിക്ക് ഒരാൾ എന്നെ വിളിച്ചായിരുന്നു തിരിച്ച്. അന്നേരം ഓർക്കുന്നത്, അയ്യോ നാളെ കഴിഞ്ഞാണല്ലോ മറ്റേ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പരിശുദ്ധ നിത്യന് നീതിമാനമായ ദൈവമേ എന്ന് പറയുകയും ചെയ്തു. ഇനി ഇതിന്റെ ഇടയ്ക്ക് നിർത്താമോ തുടരാമോ? ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യം, നമ്മൾ എപ്പോ മനസ്സ് ഏകാഗ്രമാക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏകാഗ്രമാക്കിയത്, അപ്പോഴാണ് നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്നിടത്തോളം കാലം പലവിധമായ ചിന്തകൾ, എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തൊരു ബുക്ക്, ഒരു പേപ്പർ വെച്ചേക്കണം. കാര്യം ചിലപ്പോൾ ജീവിതത്തിൽ ഓർക്കാത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓർക്കും. അതിന് എന്ത് ചെയ്യണമെന്നറിയാം? എഴുതി വെച്ചാൽ മതി. കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ഇത് ഞാൻ പിന്നീട് കൈകാര്യം ചെയ്തോളാം. അത് ബന്ധം ഉണ്ടായിരിക്കണം കർത്താവുമായിട്ട്. കർത്താവ് അത് പണങ്ങത്തൊന്നുമില്ല, സൈഡിൽ എഴുതി വെച്ചത്. അല്ലെ പിന്നെ ഇത് തീരുന്നിടം വരെ. കൊറോണയുടെ സമയത്ത് ഒരു ചർച്ചിൽ എല്ലാവർക്കും പാസ്റ്റർ 1/2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തു, റൗണ്ട് ത്രൂ ഔട്ട് 24 hours. അപ്പോൾ എല്ലാവർക്കും 1/2 മണിക്കൂർ കൊടുത്തു. അപ്പം അധികം അങ്ങനെ പ്രാർത്ഥിച്ച് പരിചയമില്ലാത്ത ഒരു ബ്രദറിനും കൊടുത്ത് 1/2 മണിക്കൂർ. അപ്പം പുള്ളി 1/2 മണിക്കൂർ കൊറോണ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിറ്റേ ദിവസം സമയം വന്നപ്പോൾ പറഞ്ഞു, വേറെ അച്ഛനെ നോക്കി, എൻ്റെ അച്ഛൻ എത്ര നേരമായി കൊറോണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം പറഞ്ഞ വിഷയം എല്ലാം 5 മിനിറ്റ്, ബാക്കി 25 മിനിറ്റ് എങ്ങനെ ഒപ്പിക്കുമെന്ന് പറഞ്ഞു പുള്ളി കൊറോണയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു കാര്യം. എല്ലാവർക്കും അറിയാലോ. ഈ പൊതുവെ കുടുംബ പ്രാർത്ഥനകളില് പൊതുവെ പിള്ളേർക്കൊക്കെ ഇഷ്ടമില്ലാത്തത് അമ്മച്ചിമാര് പ്രാർത്ഥിക്കുന്ന സമയം.
കാര്യം അറിയോ? ഇവർക്കേ അറിയത്തുള്ളൂ ഈ ലിസ്റ്റ്. ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ പാസ്റ്റർമാരുടെ യോഗത്തിൽ ഈ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ പാസ്റ്റർമാർ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, അമ്മാമ്മയ്ക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഈ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർമാരെല്ലാം എടുത്തൊരു വാക്യം പറയും, എടുത്തൊരു പ്രാർത്ഥന ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ച് അങ്ങ് അഭിഷേകം ചെയ്തേക്കാൻ തോന്നും. ഈ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ഓരോരോ കണ്ണീരൊഴിക്കാനും കുടുംബത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥ നടത്തി പ്രാർത്ഥിക്കാനും. ഇനി അമ്മാമ്മമാർക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ട, അച്ചായമാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം ഇവർക്ക് പ്രാർത്ഥിച്ചത് അങ്ങേറ്റതാണ്. സ്തോത്രം. കാര്യം ഈ പാസ്റ്റർമാരടക്കം പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം ഈ പരിപാടി മുഴുവൻ ഇവരുടെ പരിപാടി. അവർ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇവര് ഇത് ഓർക്കുന്നതെല്ലാം വെച്ച് ലൈനായിട്ട് വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അന്നേരം സ്ഥിരമായിട്ട് കേൾക്കുന്ന അച്ചായൻ അറിയാം ഇരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അന്നേരം എന്റെ ഷുഗർ മേലിൽ അടിച്ചു പോകാനുള്ള സാധ്യതയും. അതുകൊണ്ട് പിന്നെ ചില ആന്റിമാരും സഹോദരിമാരും ഒക്കെ ഇപ്പൊ നിർത്താൻ പോവാൻ തോന്നും. ഈ ഞങ്ങൾ പാസ്റ്റർമാര് പറയത്തില്ല, ഇത് അവസാന വാക്യമാണ് പറയും. അവസാന വാക്യം പറഞ്ഞിട്ട് പിന്നെ ഒരു 7 വാക്യം പറയാൻ പുള്ളി നിർത്തത്തില്ല. കഴിവത് ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാൻ, അതങ്ങനെ ആയിപ്പോന്ന. ഈ നിർത്താൻ പോവാന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അന്നേരം അച്ചായ സ്വോത്രം സ്വോത്രം എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ അമ്മാമ്മ വിചാരിക്കുന്നത് അച്ചായ നമുക്ക് ഇത് നിർത്തുമല്ലോ എന്നും കണ്ട് സ്വോത്രം പറഞ്ഞതാ. അമ്മാമ്മ വിചാരിച്ച് വിളിച്ച് വിളിപ്പിച്ചോളാനാ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം കേട്ടോളാം. എല്ലാത്തിന്റെയും ആകയാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ടെല്ലാം അവസാനിപ്പിക്കുക എന്നല്ല. ഇത് എഴുതിയിട്ട് 2000-ലധികം വർഷമായി. നമ്മുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിയിട്ട് എല്ലാവരുടെയും 10, 15, 20, 25, 30 വർഷമായി. പക്ഷെ ഇന്ന് ഞാൻ ഇത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിർമ്മതരായിരിപ്പീൻ. അടുത്തത് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിപ്പീൻ. ബോധം. പ്രോഡിഗൽ സൺ ആ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ അവന് സുബോധം വന്നിട്ട് ആദ്യം ആലോചിച്ച കാര്യം എന്നറിയോ? തന്റെ അപ്പന്റെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ജനറലി നമ്മളെല്ലാവരും കോൺഷ്യസ് ആണ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? എല്ലാവർക്കും ബോധമുള്ളവരാ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? പക്ഷേ നിങ്ങൾ എല്ലാവരും അറിയണം, ഈ സുബോധം എന്ന് പറഞ്ഞില്ലേ, അത് ദൈവത്തിനോടുള്ള ബന്ധത്തിന്റെ കോൺഷ്യസ് ആണ് സുബോധം. ആ പുള്ളി സുബോധം വന്നിട്ട് എന്നാ പോയി കുളിച്ചേക്കാന്നാണോ പുള്ളിക്ക് തോന്നി? അപ്പന്റെ അപ്പ, ഞാൻ അങ്ങേക്കും സ്വർഗത്തിനും എതിരെ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുവനായിട്ട് എന്നെ ഇതാ ഉണ്ടായി. അല്ലാതെ പുള്ളി കുളിക്കാൻ പോവാന്നല്ല തോന്നി. ഇന്ന് പകൽ പത്രോസ് ആവർത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിത് പറഞ്ഞ് നിങ്ങളുടെ പരമാർത്ഥ മനസാക്ഷിയെ ഉണർത്തുക എന്ന് പറയത്തില്ലേ? ഉണർത്തുക. നിങ്ങൾ എല്ലാവരും കണ്ടോ, യേശു പ്രാർത്ഥിക്കാൻ ഈ പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ കൂടെ കൊണ്ടുപോയി. താൻ ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോ ശിഷ്യന്മാര് ഉറങ്ങ. 2ാം പ്രാവശ്യം പോയി, പിന്നെ ഉറങ്ങുമായി. നമ്മളൊക്കെ ആയിരുന്നു എങ്ങനെയായിരുന്നു ഇരിക്കുക പ്രതികരിച്ചത്? അവര് ഏത് പ്രാർത്ഥികളാ ഇല്ല, നിന്റെ പേര് ഇപ്പം വരും, തീ വരും എന്ന് പറഞ്ഞു. യേശു 3ാം പ്രാവശ്യം എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഉറങ്ങി. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവ്
ഒരുക്കണം. പക്ഷെ നിങ്ങളുടെ ശരീരം ബലഹീനം. പരീക്ഷ നടപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ, ഇതേ കാര്യം വർഷങ്ങൾക്ക് ശേഷം ഇതേ മനുഷ്യൻ വിളിച്ചു പറയുക, പ്രാർത്ഥനയ്ക്ക് എന്ത് വേണമെന്ന്. ഒരു ബോധമില്ലാതെ ഇരുന്ന് ഉറങ്ങിയ ആള് കുറെ നാള് കഴിഞ്ഞപ്പോ മനസ്സിലായി. എന്നറിയോ, യേശു കർത്താവ് പ്രാർത്ഥിച്ചത് നിർബന്ധത്താലല്ല, നിയമത്താലല്ല. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് ബന്ധത്തിലാ. നിങ്ങൾ ശരിക്കും ബന്ധത്തിൽ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അൺലെസ് അവര് സുബോധത്തിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയുടെ പരിചയങ്ങളുണ്ട്, പ്രാർത്ഥനകൾ നമുക്കറിയാം. പക്ഷെ അതിന്റെ അപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഞാനടക്കം നമുക്ക് എല്ലാവർക്കും വേണ്ടത്, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയിലുള്ള സുബോധം. Be of sober spirit in prayer. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഞാൻ പ്രസംഗിക്കും, ഞാൻ പറയില്ല 10 കാര്യം പറയാം. എപ്പോഴും നിങ്ങൾക്കൊരു ദൈവദാസനമേൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ നാവ് പോലും അനക്കണ്ട, ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രയർ, അത് ഒരു ദൈവദാസന് അസാധാരണമായ ദൈവവിളിക്കും. ഞാൻ നിങ്ങളെ പോലുള്ളൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. പക്ഷെ ഞാനത് അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രസംഗം ഇവിടെ 10 അല്ല 17 പോയിന്റ് 17 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കഴിയും. പക്ഷെ അതേ നിങ്ങൾക്ക് കഴിയും ഒറ്റ പോയിന്റ് 17 മണിക്കൂർ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതെങ്ങനെയോ, അതൊരു സ്പിരിച്വൽ ട്രാൻസാക്ഷൻ, അതൊരു ആത്മീയ ക്രയവിക്രയമാണ്. ഈ ബി ഓഫ് സോബർ മൈൻഡ്, നമുക്കറിയാം, നമ്മൾ ഡിസ്റ്റർബ് ആയിട്ട് എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് നമ്മൾ ആത്മീയ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോ എങ്ങനെയായിരിക്കും? സന്തോഷം ഉണ്ടാവും? ഞാൻ ഇത്രയും നേരം നിങ്ങളോട് ഒരു കാര്യം പറയാം. ഉദാഹരണം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം കേട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലെ ഫോൺ വന്നു, ഇതിന് മുമ്പ് നിങ്ങൾ വന്നിരിക്കുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ വിഷമത്തിലാണോ ഇരിക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പൊ നമ്മള് പൊതുവായിട്ട് പറയുന്ന പോലുള്ള കാര്യം, പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്ന് നീരുകാരി, നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രയാസത്തിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അന്നേരം തന്നെ കർത്താവേ, എന്റെ വിഷയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച അന്തരീക്ഷത്തിൽ അസാധാരണമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ എന്റെ അകത്ത് വന്നതാ. ആമേൻ സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്താ, ഒരു നിമിഷം സ്തോത്രം ചെയ്താ, ഒരു നിമിഷം സ്തോത്രം ചെയ്താ. കർത്താവിന് എല്ലാവരും സ്തോത്രം ചെയ്താ. Thank you, Holy Spirit of God. Thank you, Holy Spirit of God. Thank you, Holy Spirit. പത്രോസ് ഈ വിഷയത്തെ തോറ്റ മനുഷ്യനായിരുന്നു. പത്രോസിന് ഒരു ആമേൻ സ്തോത്രം ഏകാഗ്രത ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നില്ല. പത്രോസ് യേശുവിൽ കണ്ട കാര്യമാണ് ആമേൻ പ്രാർത്ഥനയിലെ സുബോധം. ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം ഒരിക്കലും പുതിയ വിഷയം ആർക്കും അല്ല, എനിക്കുമല്ല, നിങ്ങൾക്ക് ആർക്കുമല്ല. പക്ഷേ ഇന്ന് പകലിൽ എല്ലാവരോടും പരിശുദ്ധാത്മാവ് എന്നോടടക്കം പറയുന്നു, be conscious. Be conscious. സ്തോത്രം. പ്രാർത്ഥനയുടെ സുബോധം എപ്പോഴാണെന്നറിയോ? സമയം എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിർമ്മലരായിരിക്കും, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്ട് ഞാൻ പറഞ്ഞ് സ്തോത്രം
ഇതിന്റെ താഴോട്ട് അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇന്ന് പകലിൽ എല്ലാവരും ഒന്ന് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കും. കുഞ്ഞുങ്ങളടക്കം. The end time is near. Therefore, be sober-minded and be alert in prayer. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാനടക്കം നമുക്ക് പ്രായമാകും തോറും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് നിർമ്മത. Be sober-minded. നമ്മുടെ മൈൻഡിൽ thank you Holy Spirit of God. Thank you Holy Spirit of God. Thank you Holy Spirit of God. ഞാൻ ഒരു സിസ്റ്ററെ കുറിച്ച് പറഞ്ഞില്ലേ, എൻ്റെ അളിയൻ്റെ പെങ്ങളുടെ കുറിച്ച് പറഞ്ഞില്ലേ, ക്യാൻസർ ആണ്. ആ സഹോദരി കഴിഞ്ഞ ദിവസം ആ ഡോക്ടർ ഡയറക്റ്റ് അവരുടെ മനസ്സിനോട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ അവരുടെ മാനസിക നില ഭയങ്കരമായി പ്രയാസത്തിലായിരിക്കും ഞങ്ങൾ കേട്ടു. പക്ഷേ അത്രയും രോഗമുള്ളപ്പോഴും ഒരു പക്ഷേ ആ പ്രതീക്ഷയുടെ വർത്തമാനം, ഒരു പ്രത്യാശയുടെ വാക്ക് അവൻ പറഞ്ഞെങ്കിൽ ആ സഹോദരിക്ക് എത്രമാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു കാര്യം അറിയണേ, ദൈവം എന്ത് പറയുമ്പോഴാണ് നമുക്ക് സമാധാനവും ശാന്തതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സ്വരം നമ്മൾ എങ്ങനെ ശ്രവിക്കുമ്പോഴാണ് നമുക്കത് ഉണ്ടാകുന്നത്. Yes, there will be time that God will disturb us. അതിനകത്ത് ഡൗട്ടില്ല. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും ദൈവസന്നിധിയിൽ. ദൈവദിനത്തിന് മുമ്പാകെ ചില സമയങ്ങളിൽ ആ ഡിസ്റ്റർബൻസ് നല്ലതിന് വേണ്ടി കൂടിളക്കി എന്ന് വായിച്ചിട്ടില്ലേ? പറക്കുവാനായി നമ്മെ തോന്നി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കൂട് തകർന്ന് താഴേക്ക് വീഴുമ്പോ പാറക്കല്ലിലേക്ക് തന്റെ കുഞ്ഞ് താഴെ വീണ് പോകുമ്പോ കൈയിട്ടടിച്ച് സന്തോഷിക്കുന്ന ഒരു തള്ള പക്ഷിയുടെ ഹൃദയമല്ല ദൈവത്തിന്. താഴേക്ക് പറന്ന് താഴെ വീണ് പോകുന്ന സ്ഥാനങ്ങളിൽ തന്റെ ചിറകുകൾ വീരിച്ച് അതിന്റെ കീഴിൽ ചിറകിൽ വഹിക്കുന്നത് പോലെ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, മനസ്സിനെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ആവശ്യമില്ലാത്തതെല്ലാം ആലോചിച്ചു കൂട്ടി ആരും ചിന്തിക്കാത്തത് പോലും ചിന്തിച്ച് ഡിസ്റ്റർബ് ആയിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ വചനത്താലും ജയം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ചെന്നെത്താൻ കഴിയാത്ത നമ്മുടെ മാനസിക മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീക്ഷയുടെയും സ്പർശനത്തിന്റെയും ശുശ്രൂഷ ഇതിന്റെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. നിങ്ങളത് വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പലവിധമായ ഡിസ്റ്റർബൻസസ് ഉണ്ട്. ചിലത് ഇന്നവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ കൂടാത്തതാണ്, കഴിയാത്തതാണ്. ചിലത് അൺകൺട്രോളബിൾ ആണ്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ്. ചിലത് സ്തോത്രം നമുക്കത് അതിലിടാൻ കഴിയാത്തതാ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധമ്മ പറയുന്നു, സമുദ്രത്തോട് പഞ്ചസാര മണൽ കൊണ്ട് അതിൽ നിശ്ചയിച്ച് നീ ഇവിടെ വരെ വന്നാൽ മതി എന്ന് സമുദ്രത്തിന് അതിൽ കൽപ്പിച്ച ദൈവം ഇന്ന് പകൽ നമ്മുടെ ആത്മമേഖലകളെ നോക്കി അനാവശ്യമായി വേദനയ്ക്ക് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനോ അല്ല നിങ്ങൾ. വഴിയെ പോകുന്നത് സ്തോത്രം വഴിയിൽ കിടക്കുന്നത് മൈൻഡിൽ എടുത്തു വെച്ച് do not disturb yourself and do not disturb your prayer life. എത്രയോ പ്രാവശ്യം പ്രാർത്ഥന മുടങ്ങി, എത്രയോ പ്രാവശ്യം പ്രാർത്ഥന പൂർത്തിയാകാതെ അവസാനിപ്പിച്ചു.
പ്രാർത്ഥന മുടക്കാൻ പിശാച് പ്രത്യക്ഷപ്പെടേണ്ട. പ്രാർത്ഥന മുടങ്ങാൻ നിന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആയാൽ മതി. പിന്നെ നമ്മൾ പല വാക്കൊക്കെ നമ്മുടെ വായിന്ന് പറയായിരിക്കും, പക്ഷെ അത് സുബോധത്തിലായിരിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് ബോധം കാണും പറയുന്നത് എന്നാന്ന്. പക്ഷെ ദൈവം അതിനെ സ്വീകരിക്കത്തക്ക വിധത്തിൽ അത് സ്തോത്രം കോൺഷ്യസ് ആയിരിക്കത്തില്ലെന്ന് അറിയണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോടടക്കം പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് പലപ്പോഴും പറഞ്ഞു വിട്ട വാക്കുകൾ ദൈവസനയിൽ എത്തിയില്ല. കാരണം അത് സുബോധത്തോടെ ആയിരുന്നില്ല. Because we were disturbed. പ്രാർത്ഥനയുടെ ശക്തി ആമേൻ നമ്മുടെ സുബോധത്തിലാണ്. ആമേൻ വെരി മച്ച് കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ 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 ചില ആമേൻ തിരക്കുകൾ ഗുണത്തിനായിട്ട് നമുക്ക് തോന്നിയാലും അത് പല നന്മകളും നമ്മളെ നഷ്ടപ്പെടുത്തുമെന്ന് അറിഞ്ഞ് ഇന്ന് പകൽ ദൈവസനെ പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് അങ്ങയുടെ സന്നദ്ധയിൽ ആ പീസ് ഓഫ് മൈൻഡ്, ആമേൻ അലേർട്ട് ആയിരിക്കുന്ന മൈൻഡ്, ആമേൻ ശരിയായതിനെ തിരഞ്ഞെടുക്കാനുള്ള മൈൻഡ് ഇന്ന് പകൽ നമുക്കെല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പകൽ അനാവശ്യമായി വേദന അനുഭവിക്കുന്ന, അനാവശ്യമായി ബാധ ചുമക്കുന്ന മണ്ഡലങ്ങളുടെ പേര് ആത്മാവ് ഇന്ന് പകൽ വലിയ റിലീസിംഗ് കൽപ്പിക്കുകയാണ്, വലിയ വിടുതലുകളെ കൽപ്പിക്കുകയാണ്. ഇതിനകത്ത് അവൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ആമേൻ അവസാന കാലത്ത് പ്രാർത്ഥനയുടെ മേഖലകളെ തുറന്നുകൊണ്ട് പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾക്കായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെ ഒരുക്കുമ്പോൾ ഉറങ്ങിയ അവൻ പത്രോസ് അതുപോലെ ആയിരുന്നില്ല. അവൻ ജയിലിൽ ഉറങ്ങിയത് ആവർത്തിച്ചുള്ള യേശുവിന്റെ സ്വരം കേട്ടിട്ടും പത്രോസ് ഗെത്സമനയിൽ ഉറങ്ങിപ്പോയി. ഒരു സ്വരവും കേൾക്കാതെ അവൻ ജയിലിൽ കിടന്നുറങ്ങി. ദാറ്റ് ഈസ് കോൾഡ് ദ പീസ് ഓഫ് മൈൻഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, അവൻ ഒരു സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള വാസ്തവമാണെങ്കിൽ മനസ്സിനെ പോർക്കളമാക്കി, മനസ്സിനെ ചിന്തകളുടെ അകാരണമായ അവൻ തിരതള്ളനാൽ ഹല്ലേലൂയ പുറത്ത് ചിരിക്കുമ്പോഴും അകത്ത് ഹല്ലേലൂയ അൺറെസ്റ്റ്, റെസ്റ്റ് ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ അവൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മീക സന്തോഷത്തെ കെടുത്തുന്ന മേഖലകളുടെ മേലിൽ പകൽ യേശുവിൻ നാമത്തിൽ ക്ഷേമം Amen. Hallelujah. 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 Every spirit of disturbance. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും ആവശ്യമില്ലാത്ത സംസാരിക്കുകയും പിന്നത്തേതിൽ മാനസികമായി ഡിസ്റ്റർബൻസ് ആകപ്പെടുകയും അത് പ്രാർത്ഥനയെ തകർക്കുകയും പ്രാർത്ഥന ജീവിതത്തിന്റെ മേഖലകളെ സ്വന്തം അതിനെതിരെ പണവാൾ ഉയർത്തിയേണ്ടിരിക്കുന്നതിന് ഇന്ന് പകൽ ആത്മാവ് ഈ വചന വെളിപ്പാടിൽ എല്ലാവരും ഒരുമിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ മറ്റൊരാളുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കാതെ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിയോഗം തരുന്നതാണ്. പ്രാർത്ഥന, വചനവായന, ആത്മീയ സ്വഭാവം, ആത്മീയ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് എവിടെന്നറിയാമോ? ആമേൻ സ്തോത്രം. നിർമ്മതരായിരിക്കാൻ കഴിയാതെ, ആമേൻ മനസ്സിനെ കൂളാക്കുവാൻ കഴിയാതെ, മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്തകളും ആലോചനകളും കൊണ്ട് ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി ആത്മീയ സന്തോഷത്തെ കെടുത്തി കളഞ്ഞ് ആത്മീയ അനുഭവങ്ങളുടെ തീജ്വാല അവൻ കത്തി പടരേണ്ടതിന് കെടുത്തി കളഞ്ഞ് ഒരു വശത്ത് അട്ടഹാസം മുഴക്കുമ്പോ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് എന്നോട് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു. കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥനയാകട്ടെ, സഭയ്ക്കകത്തെ മേഖലകളാകട്ടെ, നിങ്ങളെ ഒരു ആത്മീയ അന്തരീക്ഷത്തിന് ചൂട് പകരുന്ന ആത്മീയ ആശീർവാദമാക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത്.
പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ഒരു നിയോഗം ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാണ്. അവൻ പലരെയും അവര് പോലും അറിയാതെ സ്തോത്രം ശത്രുവായവൻ സ്തോത്രം നമ്മളെ ഒരു ആയുധമാക്കിയെടുത്ത് മറ്റൊരാളുടെ അവൻ ഹൃദയത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇവിടിരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഒരിക്കലും മറ്റൊരാളുടെ സ്പിരിച്വൽ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരു ഉപകരണമാക്കി പിശാച് ഉപയോഗിക്കരുത്. ആമേൻ സ്തോത്രം. ഇതിന് താഴ്ത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അവൻ തമ്മിൽ സ്നേഹിച്ചു, തമ്മിൽ പ്രാർത്ഥിച്ചു, തമ്മിൽ പ്രബോധിപ്പിച്ചു, തമ്മിൽ ധൈര്യപ്പെടുത്തിയും ഉണ്ടവര കടകതുരിയാം എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അവൻ ഇതിനകത്ത് ദൈവം നമ്മളിൽ ആരംഭിച്ച ദൈവിക പദ്ധതിയുടെ തുടർച്ച ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് ഇന്ന് പകൽ ആത്മാവിൽ കണ്ടുകൊണ്ട് എല്ലാവരും സ്വന്തം ചെയ്താട്ടെ. എല്ലാവരും പ്രാർത്ഥനയോട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകൽ വിളിക്കുന്ന എല്ലാവരും ഓരോ കുടുംബങ്ങൾ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഓരോ കുടുംബങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് അങ്ങനെ നിയമത്തിന്റെയോ നിർബന്ധത്തിന്റെയോ അകമ്പടിയല്ല. സുബോധം ആ ദൂതപുത്രന് സുബോധം വന്നപ്പോ അപ്പന്റെ വീട്ടിനെ കുറിച്ച് ഓർത്തത്. ഇന്ന് പകലിൽ അങ്ങനത്തെ തലം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായി വെളിപ്പെടുത്തേണ്ടതിന് എല്ലാവരും